നമസ്കാരം. 18 മാസങ്ങൾക്ക് മുൻപുണ്ടായ പിളർപ്പിനെ തുടർന്ന് അധികാരവും അതിനോടൊപ്പം ഭരണവും ഒക്കെ നഷ്ടപ്പെട്ടതാണ് ഉദ്ധവ് താക്കറെയ്ക്ക്. അതേ ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് വീണ്ടും ഒരു തിരിച്ചടി നൽകിക്കൊണ്ടാണ് അവിടുത്തെ നിയമസഭാ സ്പീക്കറുടെ ഉത്തരവ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. എന്തായാലും സുപ്രീം കോടതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും ഉണ്ടായ പരാജയങ്ങൾക്ക് പിന്നാലെയാണ് മഹാരാഷ്ട്ര നിയമസഭാ സ്പീക്കറും ഏക്നാഥ് ഷിൻഡെ നേതൃത്വം നൽകുന്ന വിഭാഗമാണ് യഥാർത്ഥ ശിവസേന എന്ന് വിധിച്ചിരിക്കുന്നത്. ഷിൻഡെ ഉൾപ്പെടെ കൂറുമാറിയ 40 MLA-മാരെ അയോഗ്യരാക്കണമെന്ന താക്കറെ പക്ഷത്തിന്റെ ആവശ്യമാണ് മഹാരാഷ്ട്രയിലെ നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കർ ഇന്നലെ തള്ളിയത്. എന്തായാലും ഈ ഷിൻഡെ പക്ഷത്തെ അയോഗ്യരാക്കാനുള്ള സാധ്യതയെക്കുറിച്ചുള്ള ചർച്ച എന്നും മഹാരാഷ്ട്രയിലെ സംസ്ഥാനത്ത് ഉയർന്നു കേട്ടിരുന്നു. പ്രത്യേകിച്ചും ഈ പിളർപ്പിന് തൊട്ടു പിന്നാലെ വലിയ അധികാര വടംവലിയൊക്കെ ഉണ്ടാവുന്ന സമയത്തും ഷിൻഡെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഷിൻഡെക്ക് പ്രതികൂലമാണ് വിധിയെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയ ആശങ്ക BJP-ക്കുള്ളിൽ പോലും ഉണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ 2023 ജൂലൈയിൽ അജിത് പവാർ NCP പിളർത്തി ഭൂരിഭാഗം MLA-മാരുമായി NDA ക്യാമ്പിൽ എത്തിയത് അത്ര വലിയ അത്ഭുതമൊന്നുമായി മറാത്ത മണ്ണിന് അനുഭവപ്പെടാഞ്ഞതും. ഷിൻഡെ വിഭാഗത്തെ അയോഗ്യരാക്കിയാൽ സർക്കാർ വീഴാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് തന്നെയാണ് NCP പിളർത്തിക്കൊണ്ട് അജിത് പവാർ ഇങ്ങോട്ടേക്ക് കൂടണയുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരുമാനം അല്ലെങ്കിൽ അന്തിമ വിധി എന്ന് പറയുന്നത് ഷിൻഡെക്ക് പ്രതികൂലമായിരുന്നു എങ്കിൽ പോലും സർക്കാർ ഒരിക്കലും താഴെ പോകില്ലായിരുന്നു. എന്നാൽ സ്പീക്കറുടെ തീരുമാനം അനുകൂലമാകേണ്ടത് ഷിൻഡെ എന്ന രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് കൂടിയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമായിരുന്നു ഇന്നലത്തെ വിധി. നിലവിൽ എന്തായാലും 197 MLA-മാരുടെ പിന്തുണയാണ് BJP സേന NCP സഖ്യത്തിനുള്ളത്. BJP-ക്ക് 105ഉം ഷിൻഡെ സേനയ്ക്ക് 40ഉം അജിത് പവാർ NCP-ക്ക് 42ഉം സ്വതന്ത്രർ 10 പേരുമാണുള്ളത്. അങ്ങനെ 145 MLA-മാരുടെ പിന്തുണയാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടി മഹാരാഷ്ട്രയിൽ വേണ്ടിയിരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വിധി അത് എന്ത് തന്നെ ആയാലും ഷിൻഡെക്ക് പ്രതികൂലമാണ് അനുകൂലമാണ് എങ്കിൽ പോലും അതൊരിക്കലും ഭരണത്തെ ബാധിക്കരുത് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവിടെ BJP-ക്ക് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അതിന്റെ ഭാഗമായി തന്നെ ആയിരുന്നിരിക്കണം ശരത് പവാറിനെ ഞെട്ടിച്ചുകൊണ്ട് അജിത് പവാർ പക്ഷം ഇങ്ങോട്ടേക്ക് കൂടണയുന്നതും. അങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നേരിടാനിരിക്കുന്ന മറാത്ത മണ്ണിനെ സംബന്ധിച്ച് ഈ ഒരു വിധി അത് BJP-ക്കും ശിവസേനയ്ക്കും ഒക്കെ നൽകുന്ന ആശ്വാസം ചെറുതല്ല. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.